എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം വൈബ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പട്ടിക്കാടാണ് കേട്ടോ. ഈ ഒരു സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഓണം വൈബ് ഓണാണ്. കാരണം നിറയെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. കുറേ പൂക്കടയുണ്ട്, ഡ്രസ്സുകളുണ്ട്, ഓണക്കോടി എടുക്കാനുള്ള ആളുകളുടെ തിരക്കുണ്ട്, പച്ചക്കറികളുണ്ട്. ഇതൊക്കെ വാങ്ങാനും ഓണം ആഘോഷിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തിരക്ക് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസും അതിന് ആൻസർ പറയുന്നവർക്ക് നല്ല നല്ല സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. നമുക്ക് ഇവിടെ ഇത്തിരി തിരക്കുള്ള സമയമാണ് കേട്ടോ. അത് ഓണമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക്. പൂക്കടയിൽ എത്രമാത്രം തിരക്കുണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ തിരക്കിട്ടിട്ടുള്ള കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ പൂ മേടിക്കാൻ വന്ന ചേട്ടനാണോ? എന്താ പേര്? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? എങ്ങനെയുണ്ട് ഓണായിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ പോണം. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിറയെ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട്. അത് ഓണത്തിന്റെ തിരക്കാണോ അത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇവിടെ? ഇല്ല, ഓണത്തിന്റെ തിരക്ക് തന്നെ. അപ്പൊ എല്ലാവരും ആ ഒരു ഓണത്തിന്റെ മൂഡിൽ എത്തിയിട്ടുണ്ട്. ചേട്ടന്റെ പേരൊന്ന് പറയാനുള്ള സമയമുണ്ടോ? പേരെന്താ? അപ്പൊ നമ്മള് പൂ മേടിക്കാൻ വന്നതാണ്. അപ്പൊ ഇങ്ങനെ പല റൗണ്ട് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. ഇത് എത്രാമത്തെ റൗണ്ട് പൂക്കളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ മൂന്നാമത്തെ നാലാമത്തെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങുന്നുണ്ടല്ലേ. വീട്ടിൽ പൂക്കളം ഇടുന്നതൊക്കെ ആരാ? ചേച്ചിയാണ്. ചേട്ടന്റെ പേരൊന്ന് പറയോ? ബേബി. ഇവിടെ അടുത്താണോ വീട്? തൊട്ടടുത്ത. പൂക്കൾ വാങ്ങാൻ വന്നതായിരിക്കും. കൂട്ടുകാരനെ കാണാൻ വന്നതാണല്ലേ. ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. കറക്റ്റായിട്ട് ആൻസർ പറയുമ്പോൾ കുറേ സമ്മാനം തരാം കേട്ടോ. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ഓണം ഏത് മലയാള മാസത്തിലാണ് നമ്മൾ ആഘോഷിക്കുക? ചിങ്ങത്തില്. അപ്പോൾ ഓണമായിട്ട് ചേട്ടന് കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ തൃപ്രയാർ അവർ നൽകുന്നൊരു അടിപൊളി സമ്മാനമുണ്ട്. കഴിഞ്ഞിട്ടില്ല ഡോക്ടർ റാണി മെനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഇനിയുണ്ട് സമ്മാനം. ഓണത്തിന് സാധാരണ മധുരമായിട്ട് എന്താ കഴിക്കാറ്? ലഡു. ഓണത്തിന് ലഡു കഴിക്കും. ഞങ്ങളൊക്കെ സാധാരണ പായസം കഴിക്കാറ്. ചേട്ടൻ ലഡു ആണ്? ഓക്കെ. അപ്പോൾ ലഡു പായസം ഒന്നും അല്ലാതെ കുറച്ച് ഐസ്ക്രീം കഴിച്ചാലോ ഇത്തവണ? കുഴപ്പമില്ല. അപ്പോൾ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. ഇത്തവണ ഓണത്തിന് ലഡുവിനൊപ്പം കുറച്ച് ഐസ്ക്രീമും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഓണം അടിപൊളിയല്ലേ? അടിപൊളി. ഇപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. കളറായി. ഇതൊക്കെ കൂടെ കിട്ടിയപ്പോൾ കുറച്ചുകൂടെ കളറായി മാറിയിട്ടുണ്ട് ഓണം. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ ഒരുപാട് പേരുടെ ഓണം കളറാക്കിയിട്ട് വരാം അല്ലേ. നമുക്ക് കളർഫുൾ ഓണം ആവണമെങ്കിൽ കളർഫുൾ പൂക്കളും വേണം അല്ലേ. അങ്ങനെ കളർഫുൾ പൂക്കളൊക്കെ നമുക്ക് തരുന്ന ഒരു ചേട്ടനാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ്റെ പേരെന്താ? സിദ്ധാർത്ഥൻ. ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു മെല്ലെപ്പൊക്കെ ആയിട്ടുള്ളൂ അല്ലേ. പൂക്കളൊക്കെ വിൽക്കുന്ന സമയത്തെ ആളുകൾ കൂടുതൽ വാങ്ങുന്നത് ഏത് പൂക്കളാ? ഇപ്പോൾ കളർ പൂക്കൾ തന്നെ എല്ലാം. ഈ ഓണം സെലിബ്രേഷൻ ആയിട്ട് പലരും പൂക്കളിടാനൊക്കെ ആയിട്ടുള്ള കുറേ പൂക്കൾ വാങ്ങുന്ന ആ ഒരു സമയമല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂക്കൾ വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഇതാണല്ലേ. തീർച്ചയായിട്ടും. അല്ല, അതനുസരിച്ചുള്ള വില വ്യത്യാസങ്ങളുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെന്ന് വെച്ചാൽ മഴ കൊണ്ടുവരുന്ന പൂക്കൾ നാശമായി കഴിഞ്ഞാൽ പകുതി കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇടില്ല. അന്നാന്ന് വരുന്നത് അന്നാന്ന് വിറ്റ് പോണവർ കൊടുക്കും. എന്നിട്ടും മോശമാവാറുണ്ട് പൂക്കൾ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കുറച്ച് ദിവസമായിട്ട്. അതായത് മഴയാണ് നമ്മളെ ഒരു വില്ലൻ എന്ന് പറയുന്നത് മഴയാണല്ലേ. അതെ, ഓക്കെ. അതില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല. മഴ വന്നാൽ എത്ര വലിയവനും സ്റ്റോക്ക് കൂടുന്തോറും വേസ്റ്റ് വരും. ഇപ്പം മുല്ലയ്ക്കൊക്കെ നല്ല വലിയ എന്തൊക്കെയാണ്. മുല്ലപ്പൂവിൻ്റെയും ആ ഒരു സീസൺ ആണല്ലോ. എല്ലാവരും മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി മണികളായിട്ട് പോകുന്ന ആളുകളൊക്കെ വേണ്ടിയിട്ട് കുറേ മുല്ലപ്പൂവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. നല്ല തിരക്കുള്ള സമയമാണ്, അധികം സമയം എടുക്കുന്നില്ല, വേഗം ചോദ്യം ചോദിക്കാം. പൂക്കളം ഇടുന്നതുമായി ബന്ധപ്പെട്ടൊരു കുഞ്ഞു ചോദ്യമാണ്. നമ്മൾ എന്നും വട്ടത്തിലുള്ള പൂക്കളാണല്ലോ ഇടുക. ഒരു ദിവസം മാത്രം ഈ വട്ടത്തിലുള്ള പൂക്കളത്തിന് പകരം നമ്മൾ വേറൊരു ഷേപ്പിൽ പൂക്കളം ഇടും, ചതുരൻ. അത് ഇടുന്നത് ഏത് നാളിലാണ്? മൂലം. സിമ്പിൾ. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കുറേ സമ്മാനം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാം. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ തൃശ്ശൂർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഒപ്പം തന്നെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ ഒരു കുഞ്ഞു സമ്മാനം ഇനിയുണ്ട്. കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ എങ്ങനെയാണ് ഓണത്തിന് മധുരമായിട്ട് എന്താ കഴിക്കാറ്? സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പായസം തന്നെ മെയിനായിട്ട്. എന്നാൽ ഇത്തവണ നമുക്ക് പായസം ഐസ്ക്രീം കഴിക്കാം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. അപ്പോൾ ഈ ഓണം കുറച്ചുകൂടെ കളറായില്ലേ? തീർച്ചയായിട്ടും സന്തോഷമായി. ഹാപ്പി ഓണം. ഹലോ, എന്താ മൂന്നാളുടെയും പേര്? അതുൽ, അമിത്, നവീൻ. നിങ്ങൾ വെക്കേഷനൊക്കെ ആയോ? എങ്ങനെയാ? വെക്കേഷൻ ഞങ്ങൾക്ക് SPC ക്യാമ്പ്. അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയാണല്ലേ. ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് നിറയെ ഒരു ഓണം വൈബ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഓണം ആയ മൂടൊക്കെ ആയോ?
ആ നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ഇത്തവണ ഓണം സെലിബ്രേഷന് പാട്ടൊക്കെ പാടിയിരുന്നോ? ഏയ് ആരും പാടിയില്ല. ഏയ് ഓണപ്പാട്ടൊന്നും അറിയില്ല. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അതുലിന് കിട്ടും. അതുലിന് ആ പാട്ടൊക്കെ പാടാൻ പറ്റും. എനിക്കില്ല അവനെ പാട്ടുകാരെ. ആ പാട്ടുകാരനാണ്. ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ പാട്ട് ഏതാ? എനിക്കങ്ങനെ മനസ്സിലിപ്പോ ഒന്നും ഒയ്യോ പാവം, മനസ്സിൽ പാട്ടില്ലേ? എന്ന് ആലോചിച്ച് നോക്കെ. ഓണപ്പാട്ട് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്റെ കടി കാടാൻ. അതാ അത്രേ അറിയുള്ളൂ അല്ലേ? ആദ്യത്തെ വരി മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ? സാരില്ല, ആ പാട്ടാണ് ആദ്യം മനസ്സിൽ വന്നത് അല്ലേ? ഇന്ന് ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ സമ്മാനം തരാം. റെഡിയാണോ? എല്ലാവരും റെഡിയല്ലേ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നത് ഒരാളുടെ വരവിനെയാണ് ആഘോഷിക്കുന്നത്. ആരുടെ വരവിനെയാ? ആണ് മാവേലി. നമ്മൾ പണ്ട് കഥയൊക്കെ കേട്ടിട്ടില്ലേ? മാവേലിയെ ചവിട്ടി താഴ്ത്തിയ ആളുടെ കുജലനല്ല എന്താണെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞു. മാവേലി, കുചേലൻ, കാലൻ. ഫൈനൽ ഒരു ആൻസർ പറഞ്ഞ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സമ്മാനം തരും കേട്ടോ. വാമനൻ. ഒരു ആൻസർ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആരായിട്ടാ വേഷം കെട്ടിയിരുന്നത്? ഞാളായിട്ട് ഈ പറയുന്ന ആളായിട്ട് വേഷം കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആരാന്നറിയില്ല. കുചേലനാണോ? അല്ല അറിയില്ല. കാലനാണോ? ഇവിടെ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. എന്തായിരുന്നു? വാമനൻ. വാമനൻ ആണോ? ഉറപ്പിച്ചോ? അപ്പൊ എന്തായാലും കുറച്ചധികം കഷ്ടപ്പെട്ട് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ അതുലിനാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. അതുൽ കഷ്ടപ്പെട്ടോ? ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഏയ് അധികം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, പക്ഷെ ആൻസർ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലേ കണ്ടുപിടിക്കാനായിട്ട്? സാരില്ല, എന്തായാലും കഷ്ടപ്പെട്ട് ആ ഒരു സമ്മാനം നേടിയിരിക്കുകയാണ് അതുൽ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. സമ്മാനം കൊടുക്കാം. ആദ്യമായിട്ട് ഡോക്ടർ റാണി മെനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം. ഇനിയുണ്ട് സമ്മാനം, കഴിഞ്ഞിട്ടില്ല. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ തൃശ്ശൂർ നൽകുന്ന മറ്റൊരു സമ്മാനം. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അങ്ങനെ കുറേ സമ്മാനങ്ങളൊക്കെ നേടി അതിൽ. പക്ഷെ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല ആൻസേഴ്സ് പറഞ്ഞു. അത് കേട്ടതിൻ്റെ ഒരു വിഷമം ഉണ്ട് എൻ്റെ മനസ്സിൽ. ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയൊക്കെ അറിയോ? ഏയ് ഇല്ല അല്ലേ? ഇവിടെ അറിയോ? ഇല്ല. എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയോ? മാവേലി തിരിച്ച് എഴുന്നേറ്റ് വന്നതിന്റെ ഒരു പ്രാവശ്യം കൂടി വരെ കേരളത്തേക്ക്. കേരളത്തേക്ക് ഒരു പ്രാവശ്യം കൂടി വരുന്നതിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? എന്തിനാ പോയെന്ന് അറിയോ? എങ്ങനെയാ പോയത്? അങ്ങനെയൊക്കെ അറിയോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം, ഒരു ടാസ്ക് തരാം. ഇന്ന് വീട്ടിൽ പോയിട്ട് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഓണത്തിൻ്റെ ആ പിന്നിലുള്ള ഒരു കഥയില്ലേ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. നല്ലതല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ലേ? ഓണമൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളി ഓണാവട്ടെ. ഹാപ്പി ഓണം അതിൽ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇതാ നമുക്കിവിടെ കുറച്ച് ഗാങ്ങിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ആഫിയ, ശിവാനി, അബിന, വൈഗ, നിലാമലർ. നിലാമലർ. അടിപൊളി പേരാണല്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ എങ്ങനെയാ, കസിൻസ് ആണോ? അപ്പോൾ ഓണമായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരിക്കും. അതെ. എന്തൊക്കെ വാങ്ങി? ഒന്നും വാങ്ങിയില്ലേ, തുടങ്ങിയിട്ടേ ഉള്ളൂ. വാങ്ങാൻ പോണുള്ളൂ. അപ്പോൾ എന്തൊക്കെയാ വാങ്ങാനുള്ള ഐറ്റംസിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ടോ? അല്ല ഞങ്ങൾ വീരനാട്യം കളിക്കണ്ട്. അപ്പോ വാങ്ങാൻ വന്നതാണ്. വാങ്ങാൻ വന്നതാ. നാളെ കളിയുണ്ട്. അപ്പൊ അതാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടോ? തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന് കിട്ടും. മോളുടെ ഓണൊക്കെ എങ്ങനെയാ? സെലിബ്രേഷൻ സ്കൂളിൽ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാം. അങ്ങോട്ട് അമ്മയുടെ അടുക്കി പോവും. അങ്ങനെയൊക്കെയാണ് ഓണപരിപാടികൾ അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഓണം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ ആയി, അടിപൊളിയാണ്. ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ കുറേ സമ്മാനം തരാം. റെഡിയാണോ? എല്ലാവരും റെഡിയല്ലേ? ആദ്യം ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ആദ്യം ആൻസർ പറയുന്നവർക്കായിരിക്കും സമ്മാനം. ഓക്കെ? നമ്മൾ ഓണക്കാലം ആയിക്കഴിഞ്ഞാൽ അത്തം പത്തിന് തിരുവോണം എന്നൊക്കെ പറയില്ലേ? നമ്മൾ തിരുവോണം ആഘോഷിക്കുന്ന നാളെ ഏതാ? തിരുവോണം ആഘോഷിക്കുന്ന നാള്. നമ്മൾ അത്തത്തിന് പൂക്കളിട്ട് തുടങ്ങും. തിരുവോണം ആഘോഷിക്കുന്നത് ഏത് നാളിലാ? ഇതൊരു കുസൃതി ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. തിരുവോണം. തിരുവോണത്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ മോളുടെ പേരെന്തായിരുന്നു? ശിവാനി. ശിവാനി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞപ്പോൾ നമുക്ക് ശിവാനിക്ക് ആദ്യം തന്നെ ഒരു സമ്മാനം കൊടുക്കാം അല്ലേ? ഡോക്ടർ റാണി മെനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. കഴിഞ്ഞില്ല.
TPR Gold and Diamonds, Tripprayar and തൃശ്ശൂർ നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി ആയോ? ഇനി നിങ്ങൾക്ക് വിഷമം, ഇവിടെ ഒരാളൊരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടല്ലോ, എന്താ ഉദ്ദേശിച്ചേ? എന്താ അതിന്റെ അർത്ഥം? വീരനാട്യമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ഇടുന്ന ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന എക്സ്പ്രഷൻ ആണോ അത്? ഭയങ്കര എക്സ്പ്രസീവ് ആണ് കേട്ടോ. എന്തായാലും ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം, അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ സമ്മാനം തരാം. നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു പരിപാടിയുണ്ട്. കറക്റ്റായിട്ട് ആൻസർ ആദ്യം പറയുന്ന ആൾക്കാണല്ലോ സമ്മാനം. ആദ്യമായിട്ട് പറഞ്ഞത് എക്സ്പ്രസീവ് കീനാണ്. പേരെന്തായിരുന്നു? വൈഗ. അപ്പോൾ വൈഗയ്ക്കാണ് അടുത്ത സമ്മാനം നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ. TPR Gold and Diamonds, Tripprayar and തൃശ്ശൂർ നൽകുന്ന ഒരു സമ്മാനം. ഇനിയുണ്ട് ഡോക്ടർ റാണി മെനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന മറ്റൊരു സമ്മാനം. അടിപൊളി. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ അടിച്ചു പൊളിക്കില്ലേ? അപ്പം ഹാപ്പി ഓണം. താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിലാണ്. നിറയെ ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും ബിസിയാണ്. ബസ് വന്നാൽ പോകാനുള്ള തിരക്കിലാണ്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് മാഗി. എൽമി. ചേച്ചിയുടെ പേരെന്താ? പേര് ഷിനിജ. പേര് പറയുന്നില്ലേ? ഷിംജ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാവരും ബസ് വന്നാൽ കയറാനുള്ള തിരക്കിലായിട്ട് നിൽക്കുകയാണെന്ന് അറിയാം. ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞാൽ സമ്മാനവും തരാം. അപ്പോൾ ആദ്യം ആൻസർ പറയുന്ന ആൾക്കാർക്ക് സമ്മാനം. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ? എൻ്റെ പേര് അനിത. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. ആദ്യം ഉത്തരം പറയുന്ന ആൾക്ക് സമ്മാനം തരാം കേട്ടോ. ചേച്ചിക്കും പങ്കെടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ ചോദ്യം ഇതാണ്. ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൃക്കാരപ്പനൊക്കെ വെക്കുമല്ലോ. ഈ തൃക്കാരപ്പന് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് തൃക്കാരപ്പൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതെവിടെയാണെന്നറിയോ? യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രം കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ചേച്ചിയുടെ പേര്? ഷിംജ. ഷിംജ. ചേച്ചിക്കാണ് സമ്മാനം കൊടുക്കുന്നത്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ. ഡോക്ടർ റാണി മെനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സമ്മാനം. ഇനിയുണ്ട് സമ്മാനം. TPR Gold and Diamondsന്റെ മറ്റൊരു സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ ഞാനില്ല എന്ന് പറഞ്ഞ് പിന്നിൽ പോയ ആളാണ്. ഇപ്പം എന്ത് തോന്നുന്നു? സന്തോഷം. ഹാപ്പി ആയോ? ഹാപ്പി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ബാക്കിയുള്ളവർക്കും കൂടെ ഉത്തരം പറയാനുള്ളൊരു ചാൻസ് കൂടെ തരാം. ചോദിക്കട്ടെ? ആദ്യം പറയുന്ന ആൾക്കാണ് സമ്മാനം. നമ്മൾ ഓണത്തിന് പൂക്കളിട്ട് തുടങ്ങുന്ന ആ ഒരു ദിവസം ഏത് ദിവസമാണ്? അയ്യോ, ഇതെല്ലാവരും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആർക്കാ സമ്മാനം തരാ? എല്ലാവർക്കും അറിയാവുന്നല്ലേ? അതെല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? അതായിരിക്കും നല്ലതല്ലേ? ബസ് വരുന്ന വരെ സമയം തന്നിട്ടുണ്ട്. അതുവരെ എത്ര ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം എന്തായാലും ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അത്തം പറഞ്ഞല്ലോ. അത്തച്ചമയം ഓണമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അത്തച്ചമയം. ഈ അത്തച്ചമയം നടക്കുന്ന സ്ഥലം ഏതാണെന്ന്? നമ്മൾ പേര് ചോദിക്കാത്തൊരു ചേച്ചിയാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ഷാനി. ഷാനി. ചേച്ചി ഇങ്ങനെ നോക്കി നിന്നു. ലാസ്റ്റ് അവിടെ സമ്മാനം കൊടുക്കുന്നപ്പോൾ എന്നാ മുന്നിലേക്ക് വരാമെന്ന് തോന്നിയതാണ് അല്ലേ? അല്ലല്ല, കേട്ടത്. ഓക്കെ, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ചേച്ചി മോൻ്റെ പേരെന്താ? പാട്രിക്. അപ്പോൾ രണ്ടുപേർക്കും ഒരു സമ്മാനം തരട്ടെ. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ. ഡോക്ടർ റാണി മെനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സമ്മാനം. TPR Gold and Diamonds, Tripprayar and തൃശ്ശൂരിന്റെ മറ്റൊരു സമ്മാനം. ഹാപ്പി ഓണാണോ? ശരിക്കും ഓണം എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അടിപൊളിയല്ല? അടിപൊളിയാണ്. ഇതൊക്കെ കിട്ടിയപ്പോൾ എന്താ തോന്നണേ? നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഹാപ്പിയായോ? അടിപൊളിയായോ? നല്ലോണം. എന്താ ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയായിട്ട് ഓണം നടക്കാൻ വേണ്ടി നമ്മൾ ഓരോ പരിപാടികളായിട്ട് നടക്കണു ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഓണം കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് വരട്ടെ. ഹാപ്പി ഓണം. ഓണം പർച്ചേസ് ഒക്കെ കഴിഞ്ഞൊരു ഫാമിലി ഇവിടെ ഉണ്ട്. ഹലോ, എല്ലാവരുടെയും പേരൊന്ന് പറയൂ. അനിൽ. മോളുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ഓണം പർച്ചേസിന് വന്നതാണോ? ഓണം പർച്ചേസിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ. പല ദിവസം വന്നാലാണ് നമ്മുടെ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തിരി കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസം. അതേപോലെ ഇങ്ങനെ ഇറങ്ങിയെന്ന് മാത്രം. എങ്ങനെയുണ്ട് ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെ എത്തി? അങ്ങനെ പോകണം. ഓണക്കോടിയൊക്കെ എടുത്തോ? ഉണ്ണിക്കുള്ള എടുത്തു. അപ്പം എന്തായാലും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക്
കുറേ നല്ല ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? പണ്ടത്തെ ഓണം, പുതിയ ഓണം ഒക്കെ. ഏത് ഓണം ഇഷ്ടം? പഴയ ഓണാണോ പുതിയ ഓണാണോ? പഴയ ഓണമാണ് ഭയങ്കര ഇഷ്ടം. കാരണം അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഓണം എന്ന് പറയുമ്പോൾ ഈ പാടത്തും വരുമ്പോഴത്തെ ഇങ്ങനെ ഈ പൂക്കളൊക്കെ വലിച്ച് അങ്ങനെ ഒരു രസമാണത്. അത് എല്ലാവരും കൂടിയിട്ട് ഇപ്പോഴത്തെ ഓണം എന്ന് പറയുമ്പോൾ അത് ഒതുക്കി കൂടിയ പോലെയായി, അങ്ങനത്തെ രീതിയായി മാറി. അല്ല, ജീവിത രീതി അങ്ങനെയായി മാറി. 2026 അല്ല, കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ഓണത്തിനുണ്ടല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവണം. ഇവിടെ എങ്ങനെയാ ഓണം? പഴയ ഓണാണോ പുതിയ ഓണാണോ ഇഷ്ടം? നല്ലത്. അതെന്താ അങ്ങനെ തോന്നാൻ? അതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലത്തിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പഴയ ഓണം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ സമ്മാനം തരാം. റെഡിയാണോ? ഓക്കെ, റെഡിയാണ്, പറഞ്ഞോളൂ. സിമ്പിളായിട്ട് ചോദിക്കണം, സിമ്പിളായിട്ട് ചോദിച്ചോളൂ. സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ? മോൾ അപ്പോഴേക്കും ഭാഷ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? ചോദ്യം വളരെ സിമ്പിളാണ്, കുഞ്ഞൊരു ചോദ്യമാണ്. കുഞ്ഞൊരു ഉത്തരം വേഗം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ സമ്മാനം തരാം. ചോദ്യം ഇതാണ്, നമ്മൾ തിരുവോണം ആണല്ലോ, നമ്മുടെ ഓണം തിരുവോണാണല്ലോ. തിരുവോണത്തിന് തൊട്ട് മുൻപത്തെ ദിവസം ഏതാണ്? ഉത്രാടം. ചേട്ടന്റെ എക്സ്പ്രഷൻ കാണണം. ഉത്രാടം, ഇതൊക്കെ ഒരു ചോദ്യമാണോ? ചോദ്യമാണ്. മലയാളം അപ്പൊ സിമ്പിൾ എന്ന് പറഞ്ഞോണ്ട് തന്നതാ. വേറെ നമുക്ക് ബാക്കിന്ന് ഒരു സജഷൻ ഉണ്ട്. വേറെ ഒരു ചോദ്യം ചോദിച്ചോളാം. മഹാബലിയുടെ അച്ഛന്റെ പേരെന്താണെന്ന്. അത് വേണോ ആ ചോദ്യം? ആരിന്റെ? മഹാബലിയുടെ ഗുരു ആരാണെന്ന് വേണോ? മഹാബലിന്റെ ഗുരുവിനൊക്കെ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. മഹാബലിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ ഓണത്തിനും കാണാറുണ്ടല്ലോ. പിന്നെ അപ്പൊ എന്തായാലും ചേട്ടൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടനുള്ള സമ്മാനം എന്താ? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. പിടിക്കോ? കഴിഞ്ഞിട്ടില്ല സമ്മാനം, ഇത് പിടിച്ചോളൂ. സമ്മാനം എന്താ അങ്ങനെ ക്യൂ ആണ് കേട്ടോ. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സമ്മാനം. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ആൻഡ് തൃശ്ശൂർ നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ ഓണം ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നതിനിടയിൽ കുറച്ച് സാധനങ്ങളും കൂടെ ആയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ. ഇവിടെ ഹാപ്പി ആണോ? വളരെ ഹാപ്പി. ഇത് സർപ്രൈസ് ആയി പോയി. നിങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കാണ്ട് വന്നതല്ലേ? അതാണ് ഈ ഓണം കുറച്ചൊരു സ്പെഷ്യലായി അല്ലേ? അടിപൊളി, സന്തോഷം. എന്തായാലും ഹാപ്പി ഓണം. ഒരു പച്ചക്കറി കടയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ചേട്ടാ പേരെന്താ? പേര് ബാബു. ഭയങ്കര അങ്ങനെ പച്ചക്കറി വിൽക്കാനായിട്ട് പല ടോണിൽ ഇങ്ങനെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുക, ആകർഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ? പച്ചക്കറികളിൽ ഏതാ ഓണത്തിന് ഏറ്റവും കൂടുതൽ ചിലവുള്ള പച്ചക്കറി ഏതാ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് കായ പോകും, പഴങ്ങൾ പോകും, അമരക്കായ പോകും, ഇഞ്ചി പോകും. ഏറ്റവും വില കുറവാണ്. വില കുറവിനായിട്ട് കൊടുക്കണം പച്ചക്കറി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഓണക്കാലത്ത് കൂടുതലായിട്ട് പോവും അല്ലേ? ചേച്ചിയുടെ പേരെന്താ? ജാനകി. പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയതാ? അതെ അതെ അതെ. ഓണത്തിനുള്ള പർച്ചേസ് ആണോ? അതെ അതെ. ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചേച്ചി വീട്ടില് ഏത് പച്ചക്കറി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവാ? അവില്, കാളൻ, പിന്നെ ഇഞ്ചിപ്പുളി, നാരങ്ങ, പിന്നെ സാമ്പാർ, പിന്നെ തോരൻ. അതായത് സദ്യക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ സദ്യ അല്ലേ? ചേച്ചിയോട് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം തരാം കേട്ടോ. നമ്മള് ഓണത്തിന് പൂക്കളം ഇടുന്ന ദിവസം എന്ന് തൊട്ടാ നമ്മൾ പൂക്കളിട്ട് തുടങ്ങുക? നമ്മള് അത്തം തൊട്ട് തുടങ്ങും. കറക്റ്റ് ആണ്, അത്തം തൊട്ട് പൂക്കളിട്ട് തുടങ്ങും അല്ലേ? അത്തം പത്തോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം ഫുള്ളായിട്ടും അത്തം തൊട്ട് പത്തോളം വരെ നമ്മള് ഓണാണ്. അപ്പൊ ചേച്ചിക്കാണ് സമ്മാനം ഉള്ളത്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആൻഡ് തൃപ്രൂർ. ഓണാണ്, അടിച്ചു പൊളിക്കാണ്. സമ്മാനം എന്താ? TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു സമ്മാനം ഉണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അപ്പൊ ഓണം നല്ല അടിപൊളിയായില്ലേ? അടിപൊളിയൊക്കെ ഹാപ്പി ഓണം. ചേട്ടൻ നമ്മുടെ ബ്രേക്കില് ചേട്ടന്റെ ജോലിയിലേക്ക് കടന്നതായിരുന്നു. ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ഓണത്തിന് തൃക്കാരപ്പിനൊക്കെ വെച്ച് പൂജിക്കുമല്ലോ, അത് ഏത് ദിവസാ? ഉത്രാടം. ഉത്രാടം. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ സമ്മാനമുണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ആൻഡ് തൃശ്ശൂർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അപ്പൊ എന്തായാലും ഓണം അടിപൊളിയായില്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നമ്മളിതാ പട്ടിക്കാടാണ് വന്നത്. ഇവിടുത്തെ ഓണം വൈബ് നമ്മൾ നോക്കുമായിരുന്നു അല്ലേ? ഇവിടെ ശരിക്കും എല്ലാവരും ആ ഒരു ഓണം മൂഡിലാണ് ഉള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ ഓണം പർച്ചേസിനായിട്ട് നടക്കുന്നുണ്ട്. ഓണക്കോടി വാങ്ങാനായിട്ടും പൂക്കൾ വാങ്ങാനായിട്ടും പച്ചക്കറി വാങ്ങാനായിട്ടും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു, അവരുടെ ഓണവിശേഷങ്ങൾ കേട്ടു, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ സമ്മാനങ്ങൾ കൊടുത്തു. അപ്പൊ എന്തായാലും TCV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. നമുക്കപ്പോൾ വീണ്ടും ഓണപരിപാടികളൊക്കെ ആയിട്ട്